ഹലോ എവ്രിവൺ, ഗെയിം തിയറിയുടെ 7ാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാഡിൽ പോയിൻ്റ് ഇല്ലാത്ത ഗെയിം സോൾവ് ചെയ്യാനായിട്ടുള്ള വേറൊരു മെത്തേഡാണ് ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ്. 2-person zero-sum game can also be solved by linear programming. The major advantage of using linear programming technique is that it helps to solve the mixed strategy games of larger dimension payoff matrix. നമ്മൾ ഇത്ര നേരം കണ്ട മെത്തേഡ്സ് എല്ലാം 2x2 മെട്രിക്സസും അല്ലെങ്കിൽ 2x(n) m/2 എന്നുള്ള രീതിയിലുള്ള മെട്രിക്സസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സൈസിലുള്ള പേ ഓഫ് മെട്രിക്സ് ആണെങ്കിലും നമുക്കതിനെ സോൾവ് ചെയ്യാനായിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ് എടുക്കാം. അത് 2x2 വേണമെന്നോ അല്ലെങ്കിൽ 2x(n) വേണമെന്നുള്ള റെസ്ട്രിക്ഷൻ ഇല്ല. അതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Consider a payoff matrix of size m/n. Let Aij be the element in the ith row and jth column of the game payoff matrix. And let Pi be the probabilities of m strategies for player A. നമ്മൾ ഒരു m/n മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. പേ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ m/n മെട്രിക്സ് ആണ്. അവിടെ m/n2 വേണമെന്ന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഏത് m/n വേണേലും ആവാം. Aij എന്ന് പറയുന്നത് ith റോയിൽ jth കോളത്തിലുള്ള നമ്മുടെ എലമെൻറ്റ്, ആ എൻട്രിയാണ് പേ ഓഫ് മെട്രിക്സിൽ, ആ എൻട്രിയാണ് Aij എന്ന് പറയുന്നത്. അതുപോലെ തന്നെ Pi എന്ന് പറയുന്നത് എയ്ക്ക് m സ്ട്രാറ്റജീസ് ഉള്ളതിൻ്റെ പ്രോബബിലിറ്റീസ്, അതിനെയാണ് നമ്മൾ Pi കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ദ എക്സ്പെക്റ്റഡ് ഗെയിൻസ് ഫോർ പ്ലെയർ എ ഫോർ ഈച്ച് ഓഫ് പ്ലെയേഴ്സ് ബി സ്ട്രാറ്റജീസ് വിൽ ബി v = summation i = 1 to m Pi Aij. നമുക്ക് എയുടെ പ്രോബബിലിറ്റീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബിയുടെ ഓരോ സ്ട്രാറ്റജിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയുടെ വാല്യൂ ഓഫ് ദി ഗെയിം എന്ന് പറയുന്നത് ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദ എയിം ഓഫ് പ്ലെയർ എ ഇസ് ടു സെലക്ട് എ സെറ്റ് ഓഫ് സ്ട്രാറ്റജീസ് വിത്ത് പ്രോബബിലിറ്റി Pi ഓൺ എനി പ്ലേ ഓഫ് ഗെയിം സച്ച് ദാറ്റ് ഹി ക്യാൻ മാക്സിമൈസ് ഹിസ് മിനിമം എക്സ്പെക്റ്റഡ് പേ ഗെയിൻസ്. നമ്മുടെ എയുടെ എയിം എന്ന് പറയുന്നത് Pi സെലക്ട് ചെയ്യുമ്പം നമ്മുടെ പ്രോബബിലിറ്റീസ് സെറ്റ് ചെയ്യുമ്പം എത്ര പ്രോബബിലിറ്റീസ് വെച്ചിട്ട് ഓരോ സ്ട്രാറ്റജി വേണമെന്ന് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹി ക്യാൻ മാക്സിമൈസ് ഹിസ് മിനിമം എക്സ്പെക്റ്റഡ് ഗെയിൻ. നമ്മുടെ ബിയിൽ നിന്ന് എക്ക് കിട്ടുന്ന മിനിമം ഗെയിനിൻ്റെ ഏറ്റവും മാക്സിമം ഏതായിരിക്കും എന്നുള്ള രീതിയിൽ വേണം എ പ്രോബബിലിറ്റി സെറ്റ് ചെയ്യാനായിട്ട്. അതാണ് എയുടെ എയിം എന്ന് പറയുന്നത്. ടു ഒബ്റ്റെയിൻ വാല്യൂസ് ഓഫ് പ്രോബബിലിറ്റി Pi, നമ്മൾ പ്രോബബിലിറ്റിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ പറയുന്നത്. ദ വാല്യൂ ഓഫ് ദി ഗെയിം ടു പ്ലെയർ എ ഫോർ ഓൾ സ്ട്രാറ്റജീസ് ബൈ പ്ലെയർ ബി മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു v. നമ്മുടെ എയുടെ സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വാല്യൂ ഓഫ് ദ ഗെയിം കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല നമ്മൾ കണ്ടു. അപ്പം നമ്മുടെ വാല്യൂ ഓഫ് ദ ഗെയിം ടു പ്ലെയർ എ ഫോർ ഓൾ സ്ട്രാറ്റജീസ് ബൈ പ്ലെയർ ബി മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു v. അത് വിക്ക് അറ്റ്ലീസ്റ്റ് ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദസ് ടു മാക്സിമൈസ് ദ മിനിമം എക്സ്പെക്റ്റഡ് ഗെയിൻ ഇറ്റ് ഈസ് നെസസറി ദാറ്റ് A11 P1 plus A21 P2 plus etc. plus AM1 PM is greater than or equal to v etc. ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഇക്വേഷൻസ് കിട്ടേണ്ടത് ആവശ്യമാണ് ടു മാക്സിമൈസ് ദ എക്സ്പെക്റ്റഡ് ഗെയിൻ. അപ്പോൾ അതിൽ P1 P2 പ്ലസ് എക്സെട്ര പ്ലസ് PM എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആവണം. അതിൽ ഓരോ Piയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. ഈ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് ഓർമ്മയില്ല. നമുക്ക് പേ ഓഫ് മെട്രിക്സ് ചെയ്യുമ്പം നമ്മൾ പിയുടെ പ്രോബബിലിറ്റീസ് എയുടെ സ്ട്രാറ്റജീസിന് നേരെ എഴുതിയിട്ട് ബിയുടെ കോളത്തിലുള്ള എൻട്രീസുമായിട്ട് നമ്മൾ പ്രോബബിലിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്മുടെ ആ വാല്യൂ ആണ് ഇതെന്ന് പറയുന്നത്. ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ഓഫ് ദി m ഇൻഇക്വാലിറ്റീസ് ആൻഡ് ഇക്വേഷൻസ് ബൈ v, ദ ഡിവിഷൻ ഈസ് വാലിഡ് ആസ് ലോങ് ആസ് v ഈസ് ഗ്രേറ്റർ ദാൻ 0. നമുക്ക് ഈ പറയുന്ന ഇക്വേഷനെ ഫുള്ളായിട്ട് v കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. v ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ v കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ v ലെസ് ദാൻ 0 ആകുമ്പോൾ ദി ഡയറക്ഷൻ ഓഫ് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് മസ്റ്റ് ബി റിവേഴ്സ്ഡ്. നമ്മുടെ ഡയറക്ഷൻ റിവേഴ്സ്ഡ് ആവണം. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ വിക്ക് നെഗറ്റീവ് വാല്യൂ ഉള്ളതെങ്കിൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവണം.
ബട്ട് ഇഫ് വി ഈസ് ഈക്വൽ ടു 0 ദ ഡിവിഷൻ വുഡ് ബി മീനിങ്ലെസ്. വി ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് അതിനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ വി ഈക്വൽ ടു 0 ആകുമ്പം നമുക്ക് ഡിവിഷൻ പോസിബിൾ അല്ല. ഇൻ ദിസ് കേസ് എ കോൺസ്റ്റൻറ്റ് ക്യാൻ ബി ആഡഡ് ടു ഓൾ എൻട്രീസ് ഓഫ് ദ മെട്രിക്സ് എൻഷുറിങ് ദാറ്റ് ദ വാല്യൂ ഓഫ് ദ ഗെയിം ഓഫ് റിവേഴ്സ്ഡ് മെട്രിക്സ് ബിക്കം മോർ ദാൻ 0. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ദി ഗെയിം 0 ആണ് വരുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഗെയിമിലുള്ള എല്ലാ എൻട്രീസ്, ആ പേ ഓഫ് മെട്രിക്സിലുള്ള എല്ലാ എൻട്രീസിനോടും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വിയുടെ വാല്യൂ 0-നേക്കാളും കൂടുതലായിരിക്കണം. അങ്ങനത്തെ വരുന്ന രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു എൻട്രി, ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട്, ആ സെയിം കോൺസ്റ്റൻ്റ് ആയിരിക്കണം നമ്മൾ എല്ലാ എൻട്രിയോടും ആഡ് ചെയ്യേണ്ടതെന്നേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് എല്ലാ എൻട്രിയോടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. After optimal solution is obtained, the true value of the game is obtained by subtracting the same constant value. നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിമിൻ്റെ ശരിക്കുള്ള വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് ഇപ്പോൾ ഏത് ഒപ്റ്റിമൽ സൊല്യൂഷനാണ് കിട്ടിയിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്ത ആ കോൺസ്റ്റൻറ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഒറിജിനൽ ഗെയിമിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ വി വെച്ചിട്ട് ആ ഇക്വേഷനെ ഫുൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണിത്. എന്നിട്ട് നമ്മൾ ഈ P1 വി ഡിവൈഡഡ് ബൈ വി എന്നുള്ളതിന് x1 എന്ന് കൊടുക്കും, P2 ഡിവൈഡഡ് ബൈ വി എന്നുള്ളതിന് x2 എന്ന് കൊടുക്കും, അങ്ങനെ എക്സെട്ര PM ഡിവൈഡഡ് ബൈ വി എന്നുള്ളതിന് xm എന്ന് കൊടുക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. സിൻസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്ലെയർ എ ഇസ് ടു മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദ ഗെയിം B, which is equivalent to minimizing 1 by V, the resultant linear programming problem can be stated as, നമ്മുടെ എയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗെയിമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഗെയിമിൻ്റെ വാല്യൂ എന്ന് പറയുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ V വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഗെയിമിൻ്റെ വാല്യൂ, അതായത് V മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുന്നതിന് ഇക്വലൻ്റ് ആണ് 1 by V മിനിമൈസ് ചെയ്യുക എന്നുള്ളത്. V മാക്സിമം ആകുമ്പോൾ 1 by V മിനിമം ആയിരിക്കും. അപ്പം നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലത്തിന് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമായിട്ട് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണുന്നത്. മിനിമൈസ് ZP is equal to x1 plus x2 plus etc plus xn. നമ്മുടെ വാല്യൂ ഓഫ് ദ ഗെയിം സബ്ജക്റ്റ് ടു a11 x1 plus a21 x2 plus etc plus am1 xm greater than or equal to 1 etc a1n x1 plus a2n x2 plus etc plus amn xm greater than or equal to 1 and x1 x2 etc xm greater than or equal to 0 where xi is equal to pi divided by v which is greater than or equal to 0. അപ്പം നമുക്ക് ഈ പറഞ്ഞിരുന്ന ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമായിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. സിമിലർലി പ്ലെയർ ബി ഹാസ് സിമിലർ പ്രോബ്ലം വിത്ത് ദ ഇൻഇക്വാലിറ്റീസ് ഓഫ് ദ കൺസ്ട്രെയിൻസ് റിവേഴ്സ്ഡ്. ഇതുപോലെ തന്നെ പ്ലെയർ ബിക്ക് സെയിം മോഡലിൽ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അന്നേരം എന്ന് പറയുമ്പം നമ്മുടെ ഇൻഇക്വാലിറ്റി റിവേഴ്സ്ഡ് ആയിരിക്കും. അതായത് അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ദാറ്റ് ഈസ് മിനിമൈസ് ദ എക്സ്പെക്റ്റഡ് ലോസ്. കാരണം എന്താ, ബി എക്സ്പെക്റ്റഡ് ലോസിനെ മിനിമൈസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ സിൻസ് മിനിമൈസിങ് ഈസ് ഈക്വലൻ ടു മാക്സിമൈസിങ് 1 by V, therefore the resulting linear programming problem can be stated as മാക്സിമൈസ് ആണ് ഇവിടെ, അത് തെറ്റിപ്പോയതാണ്. മാക്സിമൈസ് ZQ ഈക്വൽ ടു y1 പ്ലസ് y2 പ്ലസ് എക്സെട്ര പ്ലസ് yn സബ്ജക്റ്റ് ടു a11 y1 പ്ലസ് a12 y2 പ്ലസ് എക്സെട്ര പ്ലസ് a1n yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് നമ്മുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബിയുടെ വാല്യൂസ് പ്രോബബിലിറ്റീസ് കിട്ടാനായിട്ട് പറ്റും. നമ്മൾ YJ എന്നും കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, QJ ഡിവൈഡഡ് ബൈ വി. അത് ഈ QJ ഡിവൈഡഡ് ബൈ വി എന്നുള്ള ഇക്വേഷനിൽ നിന്ന് നമുക്ക് ബിയുടെ പ്രോബബിലിറ്റീസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബിയുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എഴുതാൻ പറ്റുന്നത്. It may be noted that LP problem for player B is dual of the LP problem of player A and vice versa. എന്താ പറയുന്നത്, നമ്മളുടെ പ്ലെയർ എയുടെ LP പ്രോബ്ലം പ്ലെയർ ബിയുടെ LP പ്രോബ്ലം ഡുവൽ ആയിരിക്കും. രണ്ടെണ്ണം ഒന്നൊന്നിനോട് ഡുവൽ ആയിരിക്കും. The solution of the dual problem can be obtained from the primal simplex table. നമുക്ക് പ്രൈമൽ സിംപ്ലക്സ് ടേബിൾ സോൾവ് ചെയ്യുന്നത് വഴി ഡുവൽ പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി, നമുക്ക് മറ്റേതിൻ്റെ സൊല്യൂഷൻ അതിൻ്റെ അകത്തുനിന്ന് തന്നെ കിട്ടും. സിൻസ് ഫോർ ബോത്ത് ദ പ്ലേയേഴ്സ് ZP is equal to ZPQ, the expected gain to player A in the game will be exactly equal to the expected loss to player B. നമ്മൾ ഡുവാലിറ്റിയിൽ ഇപ്പം പഠിച്ചപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒപ്റ്റിമൽ
പ്രോബ്ലം കിട്ടുമ്പോഴത്തേക്കും ZPയുടെ ZQൻ്റെയും വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. അതായത് എയുടെ എക്സ്പെക്റ്റഡ് ഗെയിനും ബിയുടെ എക്സ്പെക്റ്റഡ് ലോസും സെയിം ആയിരിക്കും. ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക് റിക്വയർസ് ഓൾ വേരിയബിൾസ് ടു ബി നോൺ നെഗറ്റീവ് ആൻഡ് therefore to obtain non-negative of the value of the game value v of the game, the data of the problem in the payoff table should all be non-negative. നമ്മളിപ്പം വിയുടെ എക്സ്പെക്റ്റഡ് വാല്യൂസ് നമ്മൾ എഴുതി നോക്കുമ്പോഴത്തേക്കും വിക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചാൻസ് ഉള്ളപ്പോൾ നമ്മൾ AIJ വാല്യൂസ് അങ്ങനെയുള്ള ചാൻസ് എപ്പോഴാണ് വരുന്നത്? നമ്മുടെ AIJ വാല്യൂസ് പേ ഓഫ് മെട്രിക്സിലുള്ള AIJ വാല്യൂസ് നെഗറ്റീവ് വരുമ്പോഴാണ് നമുക്കങ്ങനെ നെഗറ്റീവ് value of the game കിട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. If there are some negative elements in the payoff table, a constant to every element in the payoff table must be added to so as to make the smallest element 0. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും AIJ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എല്ലാത്തിനോടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ നെഗറ്റീവ് വരാനായിട്ടുള്ള ചാൻസിനെ ഇല്ലാണ്ടാക്കാൻ പറ്റും. The solution to this new game will give an optimal mixed strategy for the original game. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ വെച്ചിട്ട് നമ്മൾ എല്ലാ എൻട്രീസിനെ ആഡ് ചെയ്യുമ്പോൾ അതുവഴി നമുക്ക് കിട്ടുന്ന ഒപ്റ്റിമൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വേറൊരു ഗെയിമിൻ്റെ ഒപ്റ്റിമൽ സ്ട്രാറ്റജിയാണ്. നമ്മൾ ഒറിജിനലായിട്ടുള്ള പ്രോബ്ലം അല്ല അവിടെ സോൾവ് ചെയ്തത്, നമ്മളായിട്ടൊരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് സോൾവ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, വാല്യൂ ഓഫ് ദ ഒറിജിനൽ ഗെയിം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന ആ വാല്യൂ ഓഫ് ദി ഗെയിമിൽ നിന്ന് നമ്മൾ ഏത് കോൺസ്റ്റൻ്റ് ആണ് ആഡ് ചെയ്തത് അതിനെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ വാല്യൂ ഓഫ് ദി ഗെയിം കിട്ടും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. For the following payoff matrix, transform the zero-sum game into an equivalent linear programming problem and solve it by using the simplex method. ഈ പ്രോബ്ലത്തിന് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ട് മാറ്റിയിട്ട് സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യമേ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ സാഡിൽ പോയിന്റ് ഇൻ ദ പേ ഓഫ് മെട്രിക്സ്. സാഡിൽ പോയിന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മളപ്പോൾ അതിന് മാക്സിമിനും ഒക്കെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ മിനിമം നോക്കുമ്പോൾ -1 കിട്ടി, ഇവിടുത്തെ മിനിമം -3 ആണ്, ഇവിടുത്തെ മിനിമം -2 ആണ്. അതുപോലെ ഇവിടുത്തെ മാക്സിമങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കിതും കിട്ടും. മാക്സിമിനും മിൻമാക്സും നോക്കുമ്പോഴത്തേക്കും മിനിമം എന്ന് പറയുന്നത് ഇവിടെ -1 കിട്ടിയത്, മാക്സിമിൻ എന്ന് പറയുന്നത് നമുക്ക് -1 കിട്ടിയത്, മിൻമാക്സ് എന്ന് പറയുന്നത് 3 കിട്ടിയത്. അപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഇവിടുത്തെ വാല്യൂ ഓഫ് ദി ഗെയിം നെഗറ്റീവ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് മാക്സിമിൻ പോലും നെഗറ്റീവ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് വാല്യൂ ഓഫ് ദി ഗെയിം നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ മെട്രിക്സിനോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻട്രീസിനോട് ഒരു വാല്യൂ ആഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആഡ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. Adding a constant number 4 to all the elements of the payoff matrix, the payoff matrix become, നമ്മൾ ഈ എല്ലാത്തിനോടും 4 എന്നുള്ള എൻട്രിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ എല്ലാം 4 ആഡ് ചെയ്യുമ്പം ഇവിടെ 1 + 4 5 കിട്ടും, -1 + 4 3 കിട്ടും, 3 + 4 7 കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെ കൂടെ 4 ആഡ് ചെയ്തിട്ടുള്ള payoff matrix ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ പ്ലെയർ എയുടെ പ്രോബബിലിറ്റി ആയിട്ട് P1 P2 എക്സെട്ര P1 P2 P3നെ A1ൻ്റെ പ്രോബബിലിറ്റി P1, A2ൻ്റെ പ്രോബബിലിറ്റി P2, A3യുടെ പ്രോബബിലിറ്റി P3 അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ബിയുടെ പ്രോബബിലിറ്റീസ് അസ്യൂം ചെയ്യുന്നു. ഇതിൽ നമുക്ക് ആദ്യത്തെ let Pi and Qj be the probabilities of selecting strategy AI and Bj by players A and B respectively. The expected gain for player A will be as follows. നമ്മുടെ എയുടെ എക്സ്പെക്റ്റഡ് ഗെയിൻ നമ്മൾ എങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്? 5P1 + 7P2 + 10P3. 5P1 + 7P2 + 10P3 is greater than or equal to V. V എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ ഓഫ് ദി ഗെയിം. അതുപോലെ 3P1 + 9P2 + 6P3 greater than or equal to V. 7P1 + 1P2 + 2P3 greater than or equal to V. അതിൻ്റെ അകത്ത് നമുക്ക് P1 + P2 + P3 = 1 എന്നും കിട്ടും, P1 P2 P3 greater than or equal to 0 എന്നും കിട്ടും. അപ്പം നമുക്ക് എയുടെ എക്സ്പെക്റ്റഡ് ഗെയിൻസ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ V വെച്ചിട്ട് ഇതിനെ ടോട്ടലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. V വെച്ചിട്ട് നമ്മൾ ഇതിനെ ടോട്ടലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ P1 + P2 + P3 = 1 എന്നുള്ളതും കിട്ടി. നമ്മൾ അവിടെയും കൂടെ V വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് P1/V + P2/V + P3/V = 1/V എന്ന് കിട്ടും. അപ്പം നമ്മൾ ഇതിനെയാണ് മിനിമൈസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ക്വാണ്ടിറ്റീനെയാണ് മിനിമൈസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പം നമുക്ക്
ഇവിടുത്തെ P1/Vക്കും x1 എന്നും P2/Vക്ക് x2 എന്നും P3/Vക്ക് x3 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് ഇങ്ങനെ എഴുതാനായിട്ടും പറ്റും. മിനിമൈസ് ZP ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ മിനിമൈസ് ചെയ്യുന്നത് ZP ഈക്വൽ ടു x1 + x2 + x3 സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻ. ഇവിടെ എല്ലായിടത്തും നമ്മൾ x1, x2, x3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോബ്ലമാണ് ഇത്. അപ്പം നമുക്കിനി ഈ പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി നമ്മുടെ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ബിയുടെ പ്രോബ്ലം ഇതുപോലെ എഴുതി നോക്കാം. Player B's objective is to minimize his expected losses that can be reduced to minimizing the value of the game B. Player Bയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അയാളുടെ ലോസസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഹെൻസ് ദ പ്രോബ്ലം ഓഫ് ദ പ്ലെയർ ബി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഫോളോസ്. ഇതുപോലെയാണ് നമുക്ക് പ്ലെയർ ബിയുടെ എക്സ്പെക്റ്റഡ് പേ ഓഫുകൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇങ്ങനെയായിരിക്കും. അവിടെ നമുക്ക് എങ്ങനെയാണ് അത് കിട്ടിയത്? നമ്മൾ പ്ലെയർ ബിയുടെ പ്രോബബിലിറ്റീസ് Q1, Q2, Q3 എന്ന് എഴുതി. അപ്പോൾ 5Q1 + 3Q2 + 7Q3 ≤ V, 7Q1 + 9Q2 + 1Q3 ≤ V, 10Q1 + 6Q2 + 2Q3 ≤ V എന്നുള്ള ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ പിയുടെ ഈ പറയുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എയുടെ ഒരു പ്രോബ്ലവും കിട്ടി, എന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലവും കിട്ടി, ബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലവും കിട്ടി. അപ്പോൾ ഇനി ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി കണ്ടു, ഇതെന്ന് പറയുന്നത് ഒന്നിൻ്റെ ഡുവലാണ്. എ എന്ന് പറയുന്നത് ബീൻ്റെ ഡുവലാണ്, അതുപോലെ ബി എന്ന് പറയുന്നത് എൻ്റെ ഡുവലുമാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് Q1ൻ്റെയും Q2ൻ്റെയും Q3യുടെയും വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ശരിക്കും y1, y2, y3യുടെ വാല്യൂ കിട്ടും. അതിൽ നിന്ന് നമുക്ക് Q1, Q2, Q3യുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സിംപ്ലക്സ് മെത്തേഡ് വഴി സോൾവ് ചെയ്യുക. അപ്പോൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ വാല്യൂ ഓഫ് ദി ഗെയിമും, നമുക്ക് വാല്യൂ ഓഫ് ദി ഗെയിം എന്താ കിട്ടുന്നത്? ഇവിടെയാണ് നമുക്ക് വാല്യൂ ഓഫ് ദി ഗെയിം കിട്ടുന്നത്. മാക്സിമൈസ് ZQ ഈക്വൽ ടു y1 + y2 + y3 എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഇതാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ZQ എന്ന് പറയുന്നത് 1/V ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അല്ലേ? y1 + y2 + y3 എന്ന് പറയുന്നത് നമ്മുടെ 1/V ആണ്. അപ്പം നമ്മൾ 1/Vനെയാണ് മാക്സിമൈസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ അകത്തുള്ള ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ 1/Vയുടെ വാല്യൂ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടുന്ന് വിയുടെ വാല്യൂ കിട്ടും. ആ വിയുടെ വാല്യൂവും നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള ഡിസിഷൻ വേരിയബിൾസിൻ്റെ വാല്യൂസിൻ്റെ അകത്തുനിന്ന് y1, y2, y3യുടെ വാല്യൂ കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് Q1, Q2, Q3യുടെ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് സ്ലാക്ക് വേരിയബിളിൻ്റെ, സർപ്ലസ് വേരിയബിളിൻ്റെ ഒക്കെ വാല്യൂ നോക്കിയിട്ട് ഈ പറഞ്ഞ x1, x2, x3യും അല്ലെങ്കിൽ നമുക്ക് P1, P2, P3യും അതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇനി ഇതിന് സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. താങ്ക് യു.